ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളി ഒരു വീഡിയോ ഉണ്ട്, ഒരു കുഞ്ഞു വീഡിയോ കൂടിയാണ്. വീഡിയോ ഫുള്ളായും കാണണം. എന്താ പറയുക, നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെടികളിലൂടെയും അതുപോലെ നമ്മൾ കുറച്ച് വീട്ടിൽ പണിയുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് സമയം പുറത്തു കൂടെയൊക്കെ നടന്ന് അടുക്കളയിൽ കയറിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയറിൻ്റെ കറിയും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കി ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറിൻ്റെ കറി നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. അതേ ചേരുവ ഫുള്ളും ചേർത്തിട്ടാണ് നമ്മൾ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പൊറോട്ടയിലേക്കാണെങ്കിലും ദോശയിലേക്കും ചോറിലേക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ പൂച്ചക്കുഞ്ഞ് ഉറങ്ങണ കണ്ടോ? ഈ ഉറക്കം കാണുമ്പോൾ നമ്മളും ഇതുപോലെ ഒന്ന് കിടന്നുറങ്ങാനല്ലേ തോന്നൂല്ലേ. എല്ലാ ടെൻഷനും മറന്നില്ല, ഭയങ്കര ഉറക്കത്തിലാണ് പൂച്ചക്കുഞ്ഞ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളും ഉണരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മീനൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പം പിന്നെ ആ മണം കിട്ടിയ അവർ ഈ ഉറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവർ ആ ഉറക്കത്തിലും ആ മീനിൻ്റെ മണം പെട്ടെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ മീനൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്കും കുറച്ച് മീനിന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു വീട്ടിലെ അംഗങ്ങൾ തന്നെയല്ലേ വരും. കൂടുതൽ പച്ചമീനാണ് അവർക്ക് ഇഷ്ടം. പിന്നെ വറുക്കൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് നല്ല എന്താ പറയുക, ആ വറുവിൻ്റെ മണം കേട്ടാലും അവർ കരഞ്ഞും കൊണ്ടിരിക്കും കേട്ടോ, മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ മീൻ പൊരിക്കലാണ്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എന്താ പറയുക വലിയ ജീരകവും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അയിലച്ചമ്പോന കിട്ടിയിരിക്കണം കേട്ടോ. ഇന്ന് അയിലച്ചമ്പോന ഇവിടെ കിട്ടാറല്ല, നമ്മൾ വാങ്ങാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അയിലച്ചമ്പോനാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ മുമ്പായി നമുക്ക് കുറച്ച് വെണ്ടക്ക നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടി ആദ്യം തന്നെ അതൊന്ന് മസാല ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മീനിൻ്റെ മസാല ആക്കി വെക്കുന്നത്. ക്ഷമയോടുകൂടി ഇരിക്കുക കേട്ടോ മീൻ വറുത്തത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഈ ഒരു എന്താ പറയുക, പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളെ കുഞ്ഞുമക്കളെ പോലെ തന്നെ കേട്ടോ. അവർ കാണിക്കണ കണ്ടാൽ ശരിക്കും നല്ല രസമാണ്. അപ്പോൾ വീട്ടിൽ നമ്മളെ ടെൻഷനൊക്കെ പെട്ടെന്ന് മാറാനും ഇവർ എന്തായാലും ഒരു ജീവികൾ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ വേണം കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മളെ കുറച്ച് ചീരയും കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലെ ചീരയാണ്. നമ്മളെ വെണ്ടക്ക അറുത്തപ്പോൾ തന്നെ നമ്മൾ ചീര അറുത്തിട്ടുണ്ടായിരുന്നു. ചീര എല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ഒന്നും കൂടി കഴുകി എടുക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ച് മണലൊക്കെ തെറിക്കും. മുകളിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മണ്ണൊക്കെ നമ്മൾ ചെടികളിൽ നിന്നൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. പിന്നെ അരവൊന്നും ചേർക്കാതെ വെറുതെ പച്ചമുളകും സവാളയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ഉള്ളി വറുത്തതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മുരിങ്ങ ചീര ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീൻ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.